പണിയും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്കൊരു ആഗ്രഹം വന്നു ടാറ്റു അടിച്ചാലോ എന്ന്. അപ്പോൾ നേരെ നമ്മൾ വണ്ടി എടുത്ത് നേരെ ടാറ്റു കടയിലോട്ട് പോകണം. ഇവിടെ ഒരു പ്രീമിയം കട വന്നിട്ടുണ്ട്, ടാറ്റു കടയാണ്. അപ്പോൾ നേരെ നമുക്ക് അങ്ങോട്ട് വിടാം. ഏത് ടാറ്റു വേണമെന്ന് അവിടെ ചെന്നിട്ട് സെലക്ഷൻ വേണം കൈസ്. അവിടെ പ്രീമിയം ടാറ്റൂസാണുള്ളത്. 2500 രൂപ 1,00,000 രൂപയുടെയൊക്കെ ടാറ്റു ഉണ്ട്. നമുക്ക് 2000 രൂപയുടെ അടിച്ചാൽ മതി. നമ്മുടെ ഇപ്പോൾ കാശൊന്നും ഇല്ല. നേരെ നമുക്ക് അങ്ങോട്ട് പോവാം, പെട്ടെന്ന് പോകണം. ഓക്കെ, ഇവിടെ അടുത്താണ് നമ്മുടെ ടാറ്റു കടയും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇവിടുന്ന് ഒരു വളവെടുത്താൽ മതി, അവിടെ ടാറ്റു കടയായി. ഓക്കെ, ഇനി അവിടെ ചെന്നിട്ട് ഏത് ഇത് വേണം നോക്കണം. അവിടുത്തെ ചേട്ടൻ നമുക്ക് ഫോൺ കാണിച്ച് തരുമായിരിക്കും ഏത് ടാറ്റു വേണമെന്ന്. ഇഷ്ടപ്പെട്ട നല്ല അങ്ങോട്ട് സെലക്ട് ചെയ്യും. ഓക്കെ ഓക്കെ, നിങ്ങൾ കമ്മ്യൂണിറ്റി ടാബിൽ ഒരു കമൻറ്റ് ഇടുക കേട്ടോ. ഓക്കെ, നമ്മൾ ടാറ്റും കാര്യങ്ങളൊക്കെ അടിച്ച് ഇറങ്ങിയിട്ടുണ്ട്. നമുക്കൊരാഗ്രഹം വന്നു ദോസ്ത് ഗ്യാങ്ങിൽ ചേർന്നാലോ എന്ന്. ഓക്കെ, ഇനി നേരെ പോകണം. അവിടെ ഒരു വില്ലേജിൻ്റെ അടുത്താണ് ദോസ്ത് ഗ്യാങ് വരുന്നത്. അപ്പോൾ പെട്ടെന്ന് പോകണം. ടാറ്റു അടിച്ചവരെ എടുക്കുമോയെന്ന് എനിക്കറിയത്തില്ല, എടുത്താൽ മതിയായിരുന്നു. ഇല്ലെങ്കിൽ ഈ ടാറ്റു വീണ്ടും കളയേണ്ടി വരും. പെട്ടെന്ന് പോകണം അങ്ങോട്ട്. പെട്ടെന്ന് പോയില്ലെങ്കിൽ പണിയാവും. അവിടെ ഇന്നും കൂടി ഉള്ളൂ സെലക്ഷൻ, ഇല്ലെങ്കിൽ പണി വാളും. എൻ്റെ പൊന്നെ, പെട്ടെന്ന് എത്തണേ. ഓക്കെ, നമ്മൾ ദോസ്ത് ഗ്യാങ്ങിൻ്റെ സ്ഥലത്തൊക്കെ എത്തിയിട്ടുണ്ട്. ഇവിടെ ആരും ഇല്ലേ? പറ്റിച്ചാണോ? ഇന്നും കൂടി സെലക്ഷനുള്ളതെന്നാണ് പറഞ്ഞത്. ഇവിടെ ആരോടെങ്കിലും ചോദിച്ചു നോക്കി, ഇവിടെ ഒന്നും ആരെയും കാണുന്നുമില്ല. ഇത് എന്ത് വില്ലേജാണ് ഇവിടെ? വില്ലേജ് ആൾക്കാരല്ലേ കൂടുതൽ. ചേട്ടാ, ഒന്തോടോ, ഇവിടെ ആരും ഇല്ലേ? ഇല്ല 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 ഇല്ലെന്നോ? എന്തായാലും വേണ്ട, നമുക്ക് പോവാം. ഇനി ഇവിടെ വേറെ വല്ല ഗ്യാങ് ഉണ്ടെങ്കിൽ അവിടെ പോയി അങ്ങ് ചേരാം. ഇല്ലെങ്കിൽ നമുക്ക് പറ്റൂല. നമുക്ക് ആരെങ്കിലും കയ്യിൽ നിന്ന് കാശൊക്കെ അടിച്ച് മാറ്റണം. ഓക്കെ, നമുക്ക് നേരെ ഇനി വേറെ ഗ്യാങ് തപ്പി പോവാം. ഇവിടെ വേറെ ആരെങ്കിലും ദോസ്ത് ഗ്യാങ്ങിൻ്റെ ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ഓക്കെ, ഒരു ചേട്ടൻ കൈ കാണിച്ചോ അവിടെ. ഈ ചേട്ടൻ ഇത്ര വട്ടം ഇവിടെ വന്നു. ഇവിടെ ഞാനല്ലോ, അപ്പുറത്തുള്ളവനാ. ആണോ? എന്നാൽ ശരി, അങ്ങോട്ട് പോവാം. ഞാൻ വണ്ടി ചേട്ടാ മാറ്. ഓടോടോടോടോടോ. അയ്യോ വേണ്ട, ഇനി അയാളുടെ ഈ നടികളുണ്ട്. കേസ് നമ്മുടെ അവിടെ ദോസ്ത് ഗ്യാങ്ങിൽ ഒരാൾ നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇനി അങ്ങോട്ട് ചെന്നിട്ട് ദോസ്ത് ഗ്യാങ്ങിലെ ആളാണ് ഒന്ന് ചോദിച്ചു നോക്കാം. ചേട്ടാ, എന്നെ ദോസ്ത് ഗ്യാങ് എടുക്കാൻ പറ്റുമോ? ഇവിടെ നീ പെട്ടെന്ന് വില്ലേജിലോട്ട് ഇല്ലേ? ചേട്ടാ, ഞാൻ അങ്ങോട്ട് എന്നിട്ടാണ് വന്നേ. ഇവിടെ ആരും ഇല്ലേ? ഇല്ല ഇല്ല. എന്നാൽ ഞാൻ വരാം കൂട്ടത്തിൽ. ശരി. കേസ് ആ ചേട്ടൻ പറഞ്ഞ ദോസ്ത് ഗ്യാങ്ങിൻ്റെ കൂട്ടത്തിൽ വരാമെന്നാണ്. അല്ല, എൻ്റെ കൂട്ടത്തിൽ വരാമെന്നാണ്. ദോസ്ത് ഗ്യാങ്ങെന്ന് എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഇന്നലെ കിടന്ന് ഉറങ്ങാൻ പറ്റിയില്ല മര്യാദയ്ക്ക്, അതുകൊണ്ടായിരിക്കും പിച്ചുമ്പയും പറയുന്നത്. ഓക്കെ, ഇവിടെ വരാമെന്നാണ് പറഞ്ഞത്. ഓക്കെ, നമുക്ക് ആ സ്ഥലം കിട്ടി. ഇവിടെ വരാനാണ് പറഞ്ഞത്. അതുകൊണ്ട് ആ ചേട്ടൻ നിൽക്കുന്നത് അവിടെയാണ് വരാൻ പറഞ്ഞത്. ചേട്ടാ ചേട്ടാ, നീയല്ലോ ഈ ഫ്രാങ്ക്ലിൻ? അതെ ചേട്ടാ. വാ, എൻ്റെ കൂട്ടത്തിൽ വാ. ഓക്കെ, ഈ ചേട്ടൻ പറഞ്ഞ് നമ്മുടെ കൂട്ടത്തിൽ വരാനാണ്. അല്ല, ആ ചേട്ടൻ്റെ കൂട്ടത്തിൽ വരാനാണ്. പിച്ചുമ്പയെ പറയുന്നത് നിർത്തടാ ഫ്രാങ്ക്ലിനെ. ഇതിൻ്റെ അകത്തോട്ടാണോ കയറേണ്ടത് ചേട്ടാ? ഇതിനകത്തോട്ട് കയറിയിട്ട് കുറേ ഗണ്ണൊക്കെ എടുക്ക്. താക്കോലൊക്കെ ഞങ്ങൾ സെറ്റാക്കി തരാം. ഓക്കെ, താക്കോലും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഗണ്ണെടുക്കണം ഇനി. ഓക്കെ, ആ ചേട്ടൻ പറഞ്ഞ പോലെ നമ്മൾ ഗണ്ണും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ആ ചേട്ടൻ്റെ കൊടുക്കണം ഇതൊക്കെ. ചേട്ടാ, ഗണ്ണും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി നീ ആദ്യം അവിടെ വെച്ച് ഒരാളെ കണ്ടില്ലേ, അയാളുടെ കയ്യിൽ കൊണ്ട് കൊടുക്ക്. ശരി ചേട്ടാ. ഓക്കെ, ഇയാൾ പറഞ്ഞത് നമുക്ക് ആദ്യം കണ്ട ചേട്ടൻ്റെ കൈ കൊണ്ട് കൊടുക്കാനാണ് പറഞ്ഞേക്കുന്നത്. നമുക്ക് ഇനി നേരെ ആ ചേട്ടൻ്റെ അടുത്തോട്ട് പോവാം. ഓക്കെ, വണ്ടി ചാടുന്നു. ഇതെന്ത് കട്ടറാണ് ഇവിടെ? ചേട്ടാ, ഇവിടെ കട്ടറാണോ? അതെ അതെ. അയാൾ പറഞ്ഞ കട്ടറാണോ? അയ്യോ ഇടിക്കല്ലേ. വണ്ടി ഓടിക്കുന്നു. ഞാൻ ഗ്യാങ്ങാട്ടോ. അയാളുടെ ഭാഷ ഇങ്ങനെ ഇരിക്കുന്നത്. ഈ സമയത്ത് നേരെ ഇനി അയാളുടെ വീട്ടിലോട്ട് പോയാൽ അയാളുടെ വീടല്ലടോ ഫ്രാങ്ക്ലിന്. ഇയാളിത് എവിടെയായിരുന്നു നമ്മൾ നേരത്തെ കണ്ട്? വേറെ അതാണ്ട് ഇപ്പുറത്തോട്ട് മാറി അയാൾ. ചേട്ടാ, അയാൾ പറഞ്ഞു ഇവിടെ ഗണ്ണ് തരാൻ. പെട്ടെന്ന് വന്നിട്ട് പോടാ. ഓക്കെ, ഇവിടെ നിന്ന് ഇറങ്ങി ഗണ്ണൊക്കെ കൊടുക്കണം. നമ്മുടെ ഡോറും പോയി. അയാളുടെ ഒരു കാര്യം, അയാളുടെ കാറിൻ്റെ പവർ. ചേട്ടാ, അവിടെ നിൽക്ക്. എന്നാ ഏട്ടാ കണ്ണ്? കിട്ടു. ഇത് നേരെ നീ വീട്ടിലോട്ട് വെക്കും, ഞങ്ങൾ നാളെ വിളിക്കാം. ഓക്കെ, അയാൾ പറഞ്ഞു നാളെ. അയ്യോ, ഇതെന്ത് തല ഇറങ്ങി വീണ്? ഉറക്കപ്പിച്ചായിരിക്കും. നേരെ ഉറക്കം ശരിയായില്ല. ഇനി നേരെ വണ്ടി കയറി നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം. ഓക്കെ, നമ്മൾ വീട്ടിലും കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. ഇനി പറഞ്ഞ നാളെ ആകുമ്പോൾ ചെല്ലാനാണ് പറഞ്ഞേക്കുന്നത്. നമുക്കൊന്ന് കിടന്ന് ഉറങ്ങാം.
ഓക്കെ നമ്മുടെ വണ്ടി വെള്ളത്തിൽ നിന്നൊക്കെ കൂട്ടുകാരനെ വിളിച്ചെടുത്ത് നന്നാക്കിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പൈസയൊന്നും കൊടുക്കേണ്ടി വന്നില്ല. ഇനി നമ്മൾ അയാൾ പറഞ്ഞ സ്ഥലത്തോട്ട് പെട്ടെന്ന് പോകണം. ഇനി പെട്ടെന്ന് പോട്ടെ. അയ്യോ വണ്ടിയുടെ കൺട്രോൾ പോയി ഉറക്കപ്പിച്ചാണോ? ഓക്കെ നമ്മൾ ആ വില്ലേജിലോട്ടൊക്കെ എത്താറായിട്ടുണ്ടായിരുന്നു. എത്തിക്കഴിഞ്ഞു. അയാൾ എവിടെ നോക്കട്ടെ. അയാൾ നമ്മൾ ആദ്യം ഗണ്ണൊക്കെ കൊടുത്തില്ലേ? ഗണ്ണ് കൊടുത്തല്ല, ഗണ്ണ് തുറക്കാൻ പറഞ്ഞ ആൾ അയാളുടെ അടുത്തോട്ട് അല്ലിട്ട്. അയാൾ ഇവിടെ ഉണ്ടാവുമോ എന്തോ. ഓക്കെ അയാളാണ്ട് അവിടെ നിൽപ്പുണ്ട്. അയാൾ മാറി, അയാൾ പോയാ. കീച്ചേട്ടനോട് ചോദിച്ചോ. കീച്ചേട്ടനായിരുന്നു നേരത്തെ നമ്മൾ ഗണ്ണ് കൊടുത്തത്. ചേട്ടാ ചേട്ടനല്ലേ കണ്ണാന്നേ? അതെ അതെ. നീ ആരോടോ ഇന്ന്? ചേട്ടാ എന്നെ അറിയത്തില്ലേ? എടോ എനിക്ക് നിന്നെ ഒന്നും അറിയത്തില്ല കേട്ടോ.